ചിന്നക്കനാലിൽ ആദിവാസി ഭൂമിയിലെ കയ്യേറ്റമൊഴിപ്പിച്ച് റവന്യൂ വകുപ്പ്. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത കർഷകർ. കയ്യേറ്റ ഭൂമിയാണെന്ന് അറിയാതെയാണ് രാജക്കാട് മുല്ലക്കാനം സ്വദേശിയും കർഷകനുമായ തെങ്ങനാട്ട് തോമസ് സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തത്. കടം വാങ്ങിയും ലോണെടുത്തും പ്രതീക്ഷയോടെ ആരംഭിച്ച കൃഷിയും കൃഷിയിടവും ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയുമാണ് കർഷകന് നഷ്ടമായത്. 4 വർഷം മുൻപാണ് ചിന്നക്കനാൽ 301 കോളനിയിലെ LC മത്തായി കൈവശം വെച്ചിരുന്ന സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ചത്. പ്രതിവർഷം 2,15,000 രൂപ പാട്ടത്തിന് 2 വർഷത്തേക്കാണ് സ്ഥലം എടുത്തത്. കയ്യിലുണ്ടായിരുന്ന സ്വർണം വിറ്റും കടം വാങ്ങിയുമാണ് ഏലം നട്ടുപരിപാലിച്ചത്. ഏലക്കായുടെ വിലയിടിവും പ്രതിസന്ധികളും മറികടന്ന് ഈ വർഷം മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുമെന്ന ഘട്ടത്തിലാണ് കയ്യേറ്റ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സ്ഥലം ഒഴിപ്പിക്കുകയും ചെയ്തത്. ഇത് 4 വർഷം മുമ്പ് നമ്മൾ ലീസിനെടുത്താണ്. വർഷം 2.5 വെച്ച് അവസ്ഥ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവിടുന്ന് ഒരു മാർഗ്ഗമില്ലാതെ ഇവിടെ വന്ന് സ്ഥലം എടുത്തേക്കണേ. സ്ഥലം എടുത്ത് ഈ ആനക്കാട്ടി വന്ന് കിടന്നു കഴിഞ്ഞിട്ട് ഈ കണ്ടീഷൻ ആണെങ്കിൽ അല്ലാതെ എന്നെ ചെയ്യാൻ പറ്റും എനിക്ക്. ഇത് പട്ടയുള്ള 75 സെന്റ് സ്ഥലത്തിന് പട്ടയുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ കോടതിയിൽ പേപ്പർ ഉള്ളതാണ്. ഒരു കാരണവശാലും വേറെ ഒന്നും പേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കാശ് കൊടുക്കണം. അവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് നഷ്ടം തരാമെന്നുള്ള കണ്ടീഷനാണ് എഗ്രിമെന്റ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥലം പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ മാർഗ്ഗമില്ല. പട്ടയമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് കയ്യേറ്റക്കാർ തോമസിന് സ്ഥലം പാട്ടത്തിന് നൽകിയത്. റവന്യൂ വകുപ്പ് നിയമ നടപടി ആരംഭിച്ചതോടെ കോടതി ഉത്തരവുണ്ടെന്നും ഇവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമിയിലെ ഏലച്ചെടികൾ വെട്ടിനശിപ്പിച്ച് സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത് ഒരു കർഷകന്റെ വർഷങ്ങളുള്ള അധ്വാനവും മുന്നോട്ടുള്ള ജീവിതവുമാണ്. റവന്യൂ ഭൂമിപ്പാട്ടത്തിന് നൽകിയതിലൂടെ കയ്യേറ്റക്കാർക്ക് ലഭിച്ചത് ലക്ഷങ്ങളാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.